ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളി ഗുരുവിലേക്ക് സ്വാഗതം. ഞാൻ ഹന്ന ഫാത്തിമ. 4ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഓർക്കാം നമ്മുടെ ഗുരുക്കന്മാരെ. അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഗുരുക്കന്മാർക്കായി ഒരു ദിനം. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അറിവിൻ്റെ പാതയിൽ വെളിച്ചവുമായി നടന്ന എല്ലാ അധ്യാപകരെയും ഈ ദിനത്തിൽ ഓർക്കാം. അധ്യാപകനും ഇന്ത്യയുടെ രാഷ്ട്രപതിയും ലോകോത്തര തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ പിറന്നാൾ ദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലൂടെ കടന്നു പോയാലോ? വരൂ, പോകാം കൂട്ടുകാരെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം. ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 1962. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എന്ന്. 1888 സെപ്റ്റംബർ 5. നെക്സ്റ്റ്, ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം തമിഴ്നാട്ടിലെ തിരുത്താണിയിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മസ്ഥലം. തത്വചിന്തകനായ രാഷ്ട്രപതി ആരെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് തത്വചിന്തകനായ. അടുത്തത്, ലോക അധ്യാപക ദിനം എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഒക്ടോബർ 5. അടുത്തത്, രാജ്യസഭയുടെ പിതാവ് എന്ന് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ വിശേഷിപ്പിച്ചത് ആര്? ആൻസർ ജവഹർലാൽ നെഹ്റുവാണ് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ്, ദേശീയ അധ്യാപക ദിനം എന്ന്. ആൻസർ സെപ്റ്റംബർ 5. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയായിരുന്നു? 2ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. നെക്സ്റ്റ് വൺ, സംസ്കൃത ദിനം എന്ന്. സെപ്റ്റംബർ 5 സംസ്കൃത ദിനം. നെക്സ്റ്റ്, സെപ്റ്റംബർ 5 ആരുടെ ചരമദിനമാണ്? ആൻസർ മദർ തെരേസ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി പദം അലങ്കരിച്ച വ്യക്തി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. ആൻസർ രാധാകൃഷ്ണൻ കമ്മീഷൻ. നെക്സ്റ്റ് വൺ, ഏത് വിഷയത്തിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ബിരുദാനന്തര ബിരുദം നേടിയത്? ഫിലോസഫി. നെക്സ്റ്റ്, ലോക അധ്യാപക ദിനം ഏതു വർഷം മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയത്? ആൻസർ 1994 മുതൽ. അടുത്തത്, അധ്യാപകർ രാജ്യത്തെ മികച്ച മനസ്സുള്ളവർ ആയിരിക്കണം എന്ന് പറഞ്ഞത് ആര്? ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്തത്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചത് എന്ന്? ആൻസർ 1975 ഏപ്രിൽ 17 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.